ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ബേക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇന്ന് അതിൻ്റെ ഡെക്കറേഷനാണ്. അപ്പോൾ കുറച്ച് ചോക്ലേറ്റ് ഗനാഷും ചോക്ലേറ്റ് ക്രീമും ഒക്കെ വെച്ചിട്ട് അകം ഫില്ല് ചെയ്തിട്ട് വെളിയിൽ സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷൻ കൊടുത്ത് കുറച്ച് കട്ടൗട്ട്സ് ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. എന്നിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം എൻ്റെ ചാനൽ. അപ്പോൾ നമുക്ക് കണ്ടു നോക്കിയാലോ എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ 2 കേക്കും റെഡിയായി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇന്നലെ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഗനാഷ് ഉണ്ടാക്കാനുള്ള കാണാം. ഹായ് ഫ്രണ്ട്സ്, ചോക്ലേറ്റ് കേക്കിനുള്ള ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 150 ചോക്ലേറ്റും ഒരു 75 ഗ്രാം നേർപകുതി ക്രീമും എടുത്തിട്ടാണ്. ക്രീം ഒന്ന് നല്ലപോലെ ചൂടാക്കിയിട്ട് ചോക്ലേറ്റ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ആ ക്രീമും ചോക്ലേറ്റും കൂടി ഒരുമിച്ച് ഒഴിച്ചു വെച്ചു. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മെൽറ്റായി കണ്ടോ. അപ്പോൾ അതിൻ്റെ 1:2 ആണ് റേഷ്യോ. ഓക്കെ, 1 പോർഷൻ ക്രീം, 2 പോർഷൻ ചോക്ലേറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം അനുസരിച്ച് എടുക്കാം. ഇത് എനിക്ക് ചോക്ലേറ്റ് കേക്ക് ആയ കാരണം കുറച്ച് എൻ്റെ അകത്ത് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാണ്ട് അകത്ത്. അതുകൂടാണ്ട് ക്രീമിലും കൂടി കുറച്ച് ചോക്ലേറ്റ് ഇടാനുണ്ട് ചോക്ലേറ്റ് കേക്ക് ആയ കാരണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ അത്ര എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഞാൻ ക്രീം ഉണ്ടാക്കുന്ന കാണിച്ചു തരാം. ഇത് ആണ് ഞാൻ വിപ്പിംഗ് ക്രീം എടുക്കുന്നത്. ഇത് ചെറിയ പാക്കറ്റാണ്. ഇതിൻ്റെ പകുതി ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. 500 ആണ്. അപ്പോൾ ഇതിൻ്റെ പകുതി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ 250 ഗ്രാം കാണും കേട്ടോ അത്. അപ്പോൾ ഇത് ഞാൻ കംപ്ലീറ്റ് ഇനി എടുക്കുകയാണ്. ഇനി അത് വെച്ചിരുന്നാൽ പറ്റില്ല. മിച്ചം വരികയാണെങ്കിലും ഇല്ലെങ്കിലും അതങ്ങ് തീർക്കുക. എന്നിട്ട് ഇതൊരു നല്ല തണുപ്പിച്ച് വെച്ചിരിക്കുന്ന സ്റ്റീലിൻ്റെ ബോളാണ് കേട്ടോ. നല്ലതാണ് എപ്പോഴും നമ്മൾ സ്റ്റീലിൻ്റെ ബോൾ ഉപയോഗിക്കുന്നത്. തണുപ്പിച്ച് വയ്ക്കാനും തണുപ്പ് നിൽക്കാനും നല്ലതാണ്. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ബ്ലേഡ്സ് ഞാൻ ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ചെയ്ത് വെച്ചിരുന്നതായിരുന്നു കേട്ടോ. അപ്പം നമുക്കൊന്ന് അടിക്കാം. ആദ്യം നമ്മൾ സ്ലോ സ്പീഡിൽ വേണം തുടങ്ങാനായിട്ട്. സ്ലോ സ്പീഡിൽ നിന്ന് ഹൈ സ്പീഡിലോട്ട് പോകാവുള്ളൂ. ഇപ്പം നല്ല ഹൈ സ്പീഡിലാണ്. നല്ല കട്ടിയായി തുടങ്ങി. നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും കട്ടിയായി എന്നുള്ളത്. അങ്ങനെ കട്ടിയായി എന്ന് തോന്നുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാറായി എന്നർത്ഥം. പിന്നെ ഇങ്ങനെ അതിൽ നല്ലൊരു പാറ്റേണൊക്കെ വന്നു തുടങ്ങി. ഓവർ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് കണ്ടോ, നല്ല കട്ടിയായി. ഇതാണ് എൻ്റെ ഒരു പരുവം. ഇനി ഞാൻ കുറച്ച് ക്രീമിൽ ഗനാഷ് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് സ്പാച്ചില വെച്ചിട്ട് എടുക്കട്ടെ. നിറച്ച് ക്രീം പറ്റിയിരിപ്പുണ്ടൊന്നും കളയണ്ട. ഇത് പിന്നെ എടുക്കാതെ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കണ്ടോ കുറച്ച് ക്രീം കേക്കിൻ്റെ, എനിക്ക് ആക്ച്വലി 2 ലെയറേ ഉള്ളൂ കേക്കിന്. അപ്പോൾ അത്രേ ഞാൻ ചെയ്യുന്നുള്ളൂ. ചെറിയ കേക്കാണ് ഉണ്ടാക്കുന്നത്. ഒരുപാട് ക്രീമിൻ്റെ ആവശ്യമില്ല. അപ്പം ഇതിൽ നിന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ക്രീം എടുക്കാം. ഇപ്പം തൽക്കാലം അകത്ത് ഫില്ല് ചെയ്യാനായിട്ട് ഇത്ര എടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ ഒരു 1/3 പോർഷൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുകയാണ്. ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ.
ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഒരു പൈപ്പിംഗ് ബാഗ് എടുത്തു. ഇതിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടിച്ച് മറ്റേ ക്രീമും ചോക്ലേറ്റും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീം ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുവാണേ. അധികം വേണ്ട, ഒരു ലെയറേ ഉള്ളൂ നമ്മൾ ഫില്ല് ചെയ്യുന്നുള്ളൂ. ഇത് കാരണം അത് മതി. വെളിയിൽ വേണമെങ്കിൽ ക്രം കോട്ട് കൊടുക്കാം ഇത് വെച്ചിട്ട്. പറ്റുന്നുണ്ടോ? നമുക്ക് ഒരു ചെറിയ കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് ക്ലിപ്പിംഗ് ചെയ്ത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് വയ്ക്കാം. ഓക്കെ, നമ്മൾ ബേസ് കേക്ക് വെച്ച് കൊടുക്കുകയാണ്. നമുക്ക് ആകെ 2 ലെയറേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ക്രീം ഇട്ട് കൊടുക്കും. നമ്മൾ ആദ്യം സൈഡ്സ് അങ്ങ് ഫിറ്റ് ചെയ്യാണ്. ഇച്ചിരി പൊക്കത്തിൽ തന്നെ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഗണാഷിൻ്റെ ഫില്ലിങ് അതിൻ്റെ അകത്തോട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ വെളിയിലൊരു ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ ഈ ഗണാഷ് അങ്ങനെ വെളിയിലോട്ട് സ്പ്രെഡ് ആവാണ്ട് ഇരുന്നുള്ളൂ. അതാണ്ട് ഒരു ഗുണം. നല്ലപോലെ ചോക്ലേറ്റ് ഗനാഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ക്രീമും കൂടി ഇട്ട് കൊടുത്തിട്ട് ലെയർ കൊടുക്കാം. ബാക്കിയും കൂടി ഫില്ല് ചെയ്യാണ്. നല്ലപോലെ തിക്ക് ലെയർ ഓഫ് ക്രീം തന്നെ കൊടുക്കുന്നുണ്ട്.
ഒരു തിക്ക് ലെയർ കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. അടുത്ത ലെയർ വെച്ച് കൊടുത്തിട്ടില്ല. ഇനിയും ഒരു ക്രം കോട്ടിങ് കൊടുക്കാനാണ്. ഈ ബാക്കിയുള്ളത് ഞാനങ്ങ് കളയാണ്ട് വേസ്റ്റ് ചെയ്യാണ്ട് ഇട്ട് കൊടുക്കുക. ഒട്ടും വേസ്റ്റ് ചെയ്യാനില്ല. ഒരു ക്രം കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനൽ കോട്ടിങ് ഭയങ്കര ടേസ്റ്റാണ്. നക്കാതിരിക്കാൻ പറ്റില്ല. അപ്പം ക്രം കോട്ടിങ് കൊടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ ഒരു മണിക്കൂറെങ്കിലും ഇരുന്നിട്ട് നമുക്ക് എടുക്കാം. അപ്പം ഫ്രിഡ്ജിൽ നിന്ന് 1 hour കഴിഞ്ഞ് കേക്ക് വെളിയിലെടുത്തു. പിന്നെ ആ വൈറ്റ് ക്രീം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്നത് അതും ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു, അതെടുത്തിട്ട് അതൊന്ന് കവർ ചെയ്തെടുക്കുകയാണ്. വൈറ്റ് കവറിങ് ആണ് നമ്മളിതിന് കൊടുക്കുന്നത്. പിന്നെ ഇതൊരു ജംഗിൾ തീം കേക്കാണത്. കാരണം ഇതിപ്പം കുറേ ഗ്രാസ് പോലത്തെ സാധനങ്ങളും ചെടിയും കുറേ ആനിമൽസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കവർ ചെയ്തെടുക്കാനുള്ള കാരണം ഇത് അത്രയും ഭംഗിയായിട്ടങ്ങ് കവർ ചെയ്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് കാരണം നമ്മൾ ഇങ്ങനെയൊന്ന് ചെയ്തെടുത്തിരിക്കുകയാണ്. പിന്നെ ഞാനിത് നിങ്ങളെ ബോറടിപ്പിക്കാതിരിക്കാൻ ഒന്ന് സ്പീഡിലാക്കിയത്. എനിക്കിത് കുറേ സമയമെടുക്കും ഇതൊന്ന് കവർ ചെയ്തെടുക്കാൻ. ബിക്കോസ് ഒന്നാമത് ക്രീം തികയുന്നില്ല. അപ്പോൾ അത് ഉള്ള ക്രീം വെച്ച് മടിയാണ് കേട്ടോ പിന്നെ അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഉള്ള ക്രീം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് തന്നെ കുറച്ച് ക്രീം കൂടുതലെടുത്ത് തന്നെ ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഫിനിഷിങ് കിട്ടും. ഇതിപ്പോൾ അതിൻ്റെ നമ്മുടെ ഫൈനൽ ലുക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ഞങ്ങൾ മീഷോന്നാണ് കേട്ടോ ഈ ഫുൾ സെറ്റ് ജംഗിളിൻ്റെ വാങ്ങിയത്. ഇവിടെ ഇതിന് 142 ഇത്ര ആനിമൽസും ഈ ഹാപ്പി ബർത്ത്ഡേ. ഇതിൽ മാനുണ്ട്, സിംഹമുണ്ട്, പിന്നെ കങ്കാരു, കരടി, ആനക്കുട്ടി, പുലി, പിന്നെ കുറെ ഗ്രാസ് കണ്ടോ. ശരിക്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല കട്ടൗട്ട്സ് ആണ്, കാണാനും നല്ല ഭംഗിയാണ്. ഈ വിലക്ക് നല്ലതാണ്. ഇതാണ് ഞങ്ങളുടെ പാറുവിന്റെ 4th ബർത്ത്ഡേയുടെ കേക്കിന്റെ ഔട്ട്ലുക്ക് അല്ലേ? അതെ, അകത്ത് ചോക്ലേറ്റ് ആണ്, ചോക്ലേറ്റ് കേക്കാണ്. പിന്നെ ഒരു ജംഗിൾ തീം ആയതുകൊണ്ട് വൈറ്റില് അങ്ങനെ കൊടുത്തിരിക്കുകയാണ്. അടിപൊളി.